ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡ്ലൻ സ്നാക്ക് റെസിപ്പിയാണ്. മിഠായിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്ന മിഠായി ചിക്കൻ എന്നൊക്കെ പേരുള്ള ഈ ഒരു സ്നാക്ക് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇതാ ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനൊക്കെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ചിക്കൻ ഒരുപാട് എണ്ണയിലിട്ടിട്ട് അങ്ങനെ മുരിച്ചെടുക്കണ്ട. ഇതുപോലെ ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി. ഇനി ഈ ചിക്കനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം സെയിം ഫ്രൈ പാനിലേക്ക് ഒരൽപ്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിക്ക് എണ്ണയിൽ കടന്ന് മൂത്ത് വരുന്ന സമയത്ത് മീഡിയം സൈസിലെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ഷെയ്ഡാക്കി എടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മാത്രം മതി. ഇനി സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. സവാള ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് മസാലപ്പൊടികൾ വല്ലതും ചേർക്കാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം കുരുമുളക് പൊടിയും ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. മറ്റു മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. കെച്ചപ്പ് ചേർത്തിട്ട് മസാലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മിഠായി ചിക്കനിലേക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് മിഠായി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സമൂസ ഷീറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സമൂസ ഷീറ്റിനെ ഇനി നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 10-15 ഷീറ്റ് എടുത്തിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദയുടെ പേസ്റ്റ് കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സമൂസ ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കാം. ഈ ഷീറ്റിന്റെ 3 വശങ്ങളിലായിട്ട് മൈദയുടെ പേസ്റ്റ് തേച്ചു കൊടുക്കാം. ശേഷം ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കുറച്ച് ചിക്കന്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഫില്ലിംഗ് മാത്രം വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം നമ്മൾ മൈദ ചേർക്കാത്ത ഭാഗം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മൈദ തേച്ച ഭാഗം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അകത്ത് മൈദ തേച്ച് കൊടുത്ത 2 സൈഡും വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിഠായിയുടെ ഷേപ്പിലാക്കി എടുക്കാനായിട്ട് ഇതിന്റെ 2 സൈഡിലും കൂടെ മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. ഈ ഒരു റെസിപ്പി സമൂസ ഷീറ്റിലല്ലാതെ നമ്മൾ മാവ് കുഴച്ച് പരത്തി എടുത്തിട്ടും ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അത് നല്ല പെർഫെക്റ്റ് ആയി കിട്ടുന്നത് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. മുഴുവൻ ചിക്കൻ മിഠായിസ് എന്താ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്.
ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോയി കഴിഞ്ഞാൽ ഇട്ട വയ്ക്കുന്നത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഈവൻ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മിഠായി ചിക്കനൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.